1,00,000 വളച്ചോക്കുകൾ കർഷകരിൽ എത്തിച്ച കാസർഗോഡ് പർണക്കാട് കാർഷിക കോളേജ് 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കാണ് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത്. കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗമാണ് ചോക്ക് നിർമ്മിക്കുന്നത്. PG ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം 4 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളച്ചോക്ക് നിർമ്മാണം തുടങ്ങിയത്. 25 ഗ്രാം തൂക്കമുള്ള ചോക്കുകൾക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ആവശ്യക്കാർ ഏറിവരികയാണ്. പച്ചക്കറി വിളകൾ പരിപാലിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് 2 വീതം ചോക്കുകൾ വെച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ വളച്ചോക്ക് വെച്ച് 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ ചോക്ക് മണ്ണിലേക്ക് താഴ്ത്തി വെക്കേണ്ടത്. വീടിന്റെ ടെറസുകളിലും ഫ്ളാറ്റുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നവരാണ് ചോക്കുകൾ കൂടുതലായും കൊണ്ടുപോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, സിങ്ക് എന്നിവയടക്കം 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കുകൾ 600 എണ്ണം വീതം 3 ദിവസം കൊണ്ട് സോയിൽ സയൻസ് ലാബിൽ നിർമ്മിച്ചു വരുന്നു. നമ്മുടെ ഈ ഒരു ആശയം ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഡീൻ ഡോക്ടർ PR സുരേഷ് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ ചിന്തിച്ചു. അതായത് നമുക്കിപ്പം സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പോൾ അവരാണെങ്കിൽ പൊതുവെ അവര് ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കർഷകരെ പോലെ അവർക്ക് വളക്കടയിൽ പോയി വളം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അവർക്കൊരു പോഷക മൂല്യങ്ങളുള്ള ഒരു എന്തെങ്കിലും ഒരു വളക്കൂട്ട് രൂപകൽപ്പന ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഒരു PG ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ വളച്ചോക്ക് അങ്ങനെ ഒരു ചോക്ക് രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1 or 2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. വളച്ചോക്കൊന്നിന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, ക്യാബേജ് തുടങ്ങി 10ലേറെ കൃഷികൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സ്റ്റിക്കുകളാണ് കർഷകർക്കായി കാർഷിക കോളേജിൽ നിന്ന് വിതരണം ചെയ്തു വരുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.